കുഞ്ഞിരാമായണ സിനിമയിൽ സൽസശാപം എന്ന് പറഞ്ഞാൽ ഈ സാരിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് വാങ്ങുന്ന സമയത്തുള്ള വീഡിയോ ഞാൻ ഇട്ടതാണ് കേട്ടോ. കീർത്തി സുരേഷിന്റെ ഈ ഒരു ലുക്ക് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ പോത്തീസിൽ പോയത് വാങ്ങുന്നത്. ചേച്ചിയുടെ കല്യാണത്തിനുള്ള ഇത്രയും പൈസ കൊടുത്ത് ഞാൻ വേറെ ഒരു സാരി വാങ്ങിയിട്ടില്ല കേട്ടോ. 3700 സംതിങ് ആയത്. ഉടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്ന ഫംഗ്ഷൻ എനിക്ക് ഉടുക്കാനും പറ്റില്ല. എന്നാൽ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഉടുക്കാൻ പോയപ്പോൾ പരിപാടിക്ക് തന്നെ പോകാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ശരി ഇന്നത്തെ പരിപാടിക്ക് ഇത് ഉടുത്ത് തന്നെ പോകുമെന്ന് പറഞ്ഞ് അമ്മേനെ കൊണ്ട് ഉടുപ്പിക്കാണ്ട്. അപ്പോൾ റെഡി ആവാനായിട്ട് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നത് നമ്മുടെ ഫേസസ് കാൻഡയുടെ സ്ട്രോപ്പ് ക്രീമാണ്. റോസ് ഗോൾഡ്. ഈ സാരി റോസ് ഗോൾഡ് ആയതുകൊണ്ട് ഞാൻ റോസ് ഗോൾഡ് ഷെയ്ഡ് തന്നെ എടുക്കുന്നത്. സ്പോട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട്. കാര്യം ഇതിൽ ഷിയ ബട്ടറും ഹൈലൂറോണിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഗ്ലോ മാത്രമല്ല നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും ഡെയിലി യൂസ് ചെയ്യാനും പറ്റിയ ഒരു അടിപൊളി സ്ട്രോപ്പ് ക്രീമാണ്. ഇതിന്റെ സ്പോട്ടിൽ തന്നെ നമുക്ക് ആ ചേഞ്ച് മനസ്സിലാവും. ഒരു നാച്ചുറൽ ഗ്ലോ ബേസിന് വേണ്ടി ഫസ്റ്റ് ഞാൻ ഇട്ട് അതിനുശേഷം നമ്മുടെ 3-in-1 ഫൗണ്ടേഷൻ മാത്രമല്ല സൺസ്ക്രീൻ പ്ലസ് മോയിസ്ചറൈസറും കൂടി അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സ്ട്രോപ്പ് ക്രീം കൂടി മിക്സ് ചെയ്തിടുമ്പോൾ അത്രയും ഗ്ലോയും ഹൈഡ്രേഷനും കൂടി കൂടുതൽ കിട്ടും. ഞാനിപ്പോൾ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇതിനായിട്ട് ഇണങ്ങി പോകാൻ എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ നല്ല രീതിയിൽ കവറേജ് വരും. 3-in-1 പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പൈസ നമുക്ക് ലാഭമാണ്. ഡെയിലി യൂസിന് പറ്റിയ ഒരു പ്രൊഡക്റ്റ്. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കഴുത്തും ചെവിയും വിട്ടുപോകരുത് കേട്ടോ. എന്നാലേ നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അതിനുശേഷം ഞാൻ കൈവച്ച് ഒന്ന് ഫൈനലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പലരുടെയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫേസസ് കാൻഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് ഞാൻ എടുക്കുന്നത്. കോക്കോ ക്രഷ് 07 ഷെയ്ഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആക്ച്വലി 1 സ്വൈപ്പ് ആപ്ലിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ജസ്റ്റ് താഴെയിട്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ ഫുൾ ലിപ്സിന് വേണ്ട ലിപ്സ്റ്റിക് സെറ്റ് ആയിട്ടുണ്ട്. ഇത് മൾട്ടിപർപ്പസ് പ്രൊഡക്റ്റ് ആണ്. ഐ ഷാഡായിട്ടും ബ്ലഷ് ആയിട്ടും ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. കംഫർട്ടബിൾ ആണ് ഡെയിലി യൂസിന്. അതിനുശേഷം നമ്മുടെ സ്ട്രോക്ക് ക്രീം തന്നെ ഹൈലൈറ്റർ ആയിട്ട് ഞാൻ അങ്ങോട്ട് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ തിളക്കുന്നുണ്ട്. ആക്ച്വലി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. ഫേസ് റെഡിയായി ഇനി നമുക്ക് മാലയും കമ്മൽ ഇതൊക്കെ ഞാൻ എന്ന് വാങ്ങിച്ചു വെച്ചാൽ അന്ന് എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അത്ര ഒബ്സസ്ഡ് ആയിരുന്നു ഈ ഒരു സാരി ലുക്കിനോട്. ഈ സാരിയൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഗുഡ്വില്ലിൽ നിന്ന് മാച്ച് ചെയ്ത് ഈ ഓർണമെന്റ്സ് വാങ്ങിയിട്ടോ. ഈ കമ്മലിന് എക്സ്ട്രാ ലെയറും കൂടി ഉണ്ടായിട്ട് അത് ഞാൻ കട്ട് ചെയ്ത് എനിക്ക് അത്രയും നീട്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആക്ച്വലി 3 പ്രൊഡക്ട്സ് കൊണ്ട് നമുക്ക് ഈ ലുക്ക് കിട്ടി. പക്ഷേ സാരി ലുക്ക് ആയതുകൊണ്ട് ഒരു ഐലൻഡറും കൂടി എക്സ്ട്രാ കൊടുത്തേക്കാൻ ഓർത്ത്. പിന്നെ ഗോപി പൊട്ടി ഇത് ഗുഡ്വില്ലിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒലിച്ചു പോകും. അപ്പോൾ 140 രൂപയ്ക്ക് ഇത് വാങ്ങിയിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്കൊരു വിഷമം വരുമല്ലോ. എന്നിട്ട് ഞാൻ റെഡ് പൊട്ട് തന്നെ മാച്ച് ചെയ്തിട്ട് കുളി അതിന് വന്നുകൊണ്ട് എനിക്ക് ഡ്രൈയർ വെച്ച് ഉണക്കാൻ തോന്നിയില്ല. ഈ ഒരു നനഞ്ഞ ലുക്ക് എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോയി നമ്മുടെ ലിപ്സ്റ്റിക് ലോങ് ലാസ്റ്റിംഗ് മാത്രമല്ല ട്രാൻസ്ഫർ പ്രൂഫും കിസ് പ്രൂഫ് ഒക്കെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കണം. വള കൊണ്ടിട്ട് സാരിയുടെ നൂലിങ്ങനെ വലിയണം. അയ്യോ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഇത്രയും പൈസ കൊടുത്ത് സാരിയും വാങ്ങി. ഞാനാണെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ലവറാണ്. അപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെയൊക്കെ ഒപ്പീനിയൻ കേട്ടപ്പോഴാണ് പിന്നെ ഒരു ഹാഫ് സ്ലീവ് ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തപ്പോൾ ഇത് ഇങ്ങനെയായി. വള ഇടാൻ പറ്റില്ല. ഇടുമ്പോൾ അപ്പം നൂലിങ്ങനെ വലിയാനാണ്. ഫേസ് മനസ്സിനിണങ്ങിയത്. വള ഊരിക്കഴിഞ്ഞപ്പോൾ എനിക്കതെന്തോ വിഷമവുമായി. കാര്യം ഇത് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സ്ലീവ് വെച്ച് വള ഇടാന്നൊക്കെ ഓർത്തിട്ട് എന്തെങ്കിലും മനുഷ്യന് പ്ലാൻ ചെയ്യാനല്ലേ പറ്റും. നടത്തണം വേണ്ടതും ദൈവം തീരുമാനിക്കണം. എന്തായാലും ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് 3 പ്രൊഡക്റ്റ് വെച്ച് ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും. വേണ്ടവർക്ക് ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് purple.com നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വീണ്ടും നമുക്ക് ഈ സാരി എടുക്കാൻ പറ്റിയില്ല. ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട പരിപാടിക്കുമായിട്ട്